ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു സായ്കുമാർ. ഞാൻ അതിലേക്കൊന്ന് പോകുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിൽ പറയുന്നത് തൃശൂരിലെ പൂരം കലക്കലിൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പൂരം കലക്കലിലെ ഗൂഢാലോചന അന്വേഷിക്കണം. ADGP MR അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളതും അന്വേഷിക്കണം. അത് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നുള്ളതാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. ഈ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവിന് ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ MR അജിത് കുമാർ എന്ന ADGPക്കെതിരായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങളെത്തും. പൂരം നടന്ന വേളയിൽ അവിടെ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ സാന്നിധ്യമടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് മുന്നോടിയായി നടന്ന കൂടിയാലോചനകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിനിടയിൽ എവിടെയാണ് ഗൂഢാലോചന നടന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്കൊപ്പം റിനു ശ്രീധർ തുടരുന്നു. റിനു ശ്രീധർ, പൂരം കലക്കൽ അന്വേഷിച്ചേ പറ്റൂ, അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്യുകയല്ലേ? തീർച്ചയായും സുജയ, 7 ദിവസം കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടുന്ന ADGP 5 മാസം എടുത്തു ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ രീതിയിൽ ദുരൂഹതയുണ്ടാക്കുന്നു. ഈ 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യം വാർത്ത പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ADGP അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 600 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതായത് ഈ റിപ്പോർട്ടെല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ADGP അത് സമർപ്പിക്കുവാൻ വേണ്ടി കാലതാമസം മനഃപൂർവ്വം വരുത്തിയോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് DGP 4 ശുപാർശ, അതായത് തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രി ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് അന്വേഷിച്ച് ശുപാർശ നൽകുവാൻ വേണ്ടി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. എന്തായാലും ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ തൃശ്ശൂർ പൂരത്തിൽ തുടരന്വേഷണം വേണം. അത് ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂർ പൂരത്തിൽ ഗൂഢാലോചന നടന്നോ എന്നതാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കേണ്ടത്. ADGP MR അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷിക്കണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. പക്ഷേ ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ആ ഒരു കാര്യം. എന്തായാലും DGP റാങ്കിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കണം ഈ അന്വേഷണം നടത്തേണ്ടത് എന്ന് ശുപാർശയിൽ എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നുള്ളത് ശുപാർശയിൽ ഇല്ല. പക്ഷേ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത് എന്നുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി അത്തരത്തിലൊരു തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ആയി അതിനുള്ളൊരു തീരുമാനമുണ്ടാകും. ആദ്യത്തെ വിജിലൻസ് അന്വേഷണത്തിൽ ശുപാർശ നൽകിയെങ്കിലും 2 ആഴ്ചത്തെ സമയം മുഖ്യമന്ത്രി എടുത്തു. പക്ഷേ ഇതിൽ അത്തരമൊരു കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം CPI തന്നെ വലിയ രീതിയിൽ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും 3 തരത്തിലുള്ള അന്വേഷണം കൃത്യമായി തന്നെ ഈ ശുപാർശയിൽ പറയുന്നുണ്ട്. ഗൂഢാലോചന കൃത്യമായി തന്നെ അന്വേഷിക്കണം. MR അജിത് കുമാറിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം നടത്തണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. ഒപ്പം DGP റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യണം, അന്വേഷിക്കണമെന്നും ശുപാർശയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ADGP ഇപ്പോഴും സംശയ നിഴലിലാണ്. ADGPയെ കൈവിട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി അന്തിമമായിട്ടുള്ളൊരു തീരുമാനമെടുത്തിട്ടില്ല. ഒപ്പം ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരുകയും ചെയ്യുകയാണ്. ഏകദേശം 4 അന്വേഷണം, ഈ അന്വേഷണം കൂടി വരുമ്പോൾ 5 അന്വേഷണം ഒരു ഉദ്യോഗസ്ഥനെതിരെ നിലനിൽക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. സുജയ. ഓക്കെ, റിനു ശ്രീധർ, നമുക്കൊപ്പം TV പ്രസാദുമുണ്ട്. TV പ്രസാദ്, ADGP MR അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അതും അന്വേഷിക്കപ്പെടണം. അത് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. അതായത് MR അജിത് കുമാർ സംശയ നിഴലിലാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയല്ലേ ആഭ്യന്തര സെക്രട്ടറി ഈ ശുപാർശയിലൂടെ? ഉറപ്പായും സുജയ, കാരണം ഇതിലിപ്പോൾ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഈ ADGPയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും